പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. ചേലക്കര SMT സ്കൂളിന് മുന്നിലെ ബോട്ടിൽ ബൂത്ത് മദ്യക്കുപ്പികളാൽ നിറയുന്നു. വിദ്യാലയ പരിസരം ലഹരി മാലിന്യ കേന്ദ്രമായതിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ചേലക്കരയുടെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് മാതൃകയാകേണ്ട SMT ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രധാന കവാടം ലഹരി മാലിന്യങ്ങളുടെ കേന്ദ്രമായി മാറുന്നത് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു. സ്കൂൾ കവാടത്തിന് തൊട്ടുമുന്നിൽ ചേലക്കര പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ള ബോട്ടിൽ ബൂത്ത് ഇപ്പോൾ മദ്യക്കുപ്പികളാൽ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. വരും തലമുറയെ വാർത്തെടുക്കേണ്ട വിദ്യാലയത്തിന്റെ പരിസരം ലഹരി മാലിന്യങ്ങൾ കൊണ്ട് മലിനമാകുന്നത് അതീവ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനായി സ്ഥാപിച്ച ബൂത്തുകൾ മദ്യക്കുപ്പികൾ തള്ളാനുള്ള ഇടമായി മാറുമ്പോൾ അധികൃതർ പുലർത്തുന്ന നിസ്സംഗത ചോദ്യം ചെയ്യപ്പെടുകയാണ്. സ്കൂൾ പരിസരത്തിന് പുറമെ സമീപത്തുള്ള വായനശാല പരിസരവും സിഗരറ്റ് കൂടുകൾ, പേപ്പർ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയാൽ മലീമസമാണ്. വിദ്യാർത്ഥികളെ ശുചിത്വത്തെക്കുറിച്ചും ലഹരിക്കെതിരെയുമുള്ള അവബോധം പഠിപ്പിക്കേണ്ട വിദ്യാലയ അധികൃതർ സ്വന്തം കവാടത്തിലെ ഈ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്നത് വലിയ അനാസ്ഥയാണ്. മാലിന്യങ്ങൾ കൃത്യസമയത്ത് നീക്കം ചെയ്യുന്നതിൽ പഞ്ചായത്ത് ഭരണകൂടം പരാജയപ്പെടുമ്പോൾ ഇത് വിദ്യാലയത്തിന്റെ അച്ചടക്കത്തെയും അന്തരീക്ഷത്തെയും മോശമായി ബാധിക്കുന്നു. മദ്യക്കുപ്പികൾ നിറയുന്ന ഈ ബോട്ടിൽ ബൂത്ത് സ്കൂൾ പരിസരത്തു നിന്നും അടിയന്തരമായി മാറ്റണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഈ മാലിന്യ കൂമ്പാരം വരും തലമുറയ്ക്ക് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. മദ്യക്കുപ്പികൾ നിറയുന്ന ബോട്ടിൽ ബൂത്ത് സ്കൂൾ പരിസരത്തു നിന്നും അടിയന്തരമായി മാറ്റി പ്രദേശം ലഹരി മുക്തമാക്കാൻ അധികൃതർ തയ്യാറാകണം. മികച്ച പൗരന്മാരെ വളർത്തിയെടുക്കേണ്ട വിദ്യാലയ പരിസരങ്ങൾ ശുദ്ധമായി സൂക്ഷിക്കുക എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ന്യൂസ് ഡെസ്ക് CCV.